അപ്പൊ ഇതാണ് ഇന്നത്തെ ഇൻ ബിറ്റ്വീൻ സ്നാക്സ് അല്ലേ? എന്നത് പഴം പുഴുങ്ങിയത്. കഴിഞ്ഞ വീഡിയോ ഫുഡ് കഴിക്കുന്നേരം ഈ വീഡിയോ ഫുഡ്. ഈ വീഡിയോ എന്താ പറയാ, കുറെ ആലോചിച്ചേ നമ്മൾ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. എന്നും വിചാരിച്ചു നല്ല നല്ല ഹാപ്പി ആയിട്ടുള്ള അങ്ങനത്തെ വീഡിയോസ്, നല്ല കുക്കിങ്ങും ഷോപ്പിങ്ങും നമ്മുടെ അങ്ങനത്തെ കാര്യങ്ങളായിട്ട് വരണതാണ്. പക്ഷെ പിന്നെ തോന്നി നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ അത് ഷെയർ ചെയ്യുമ്പോൾ അത് ഒരു ഇൻഫർമേഷൻ പാസിങ് കൂടിയാണല്ലോ. അപ്പൊ നമുക്ക് എന്തെങ്കിലും പെയിനോ ഈ ടൈമിൽ, എസ്പെഷ്യലി പ്രഗ്നൻസി ടൈമിൽ മാത്രമല്ല, ഏത് ടൈമിലാണെങ്കിലും നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ ഹെൽത്തിന് എഫക്റ്റ് ആവുന്ന രീതിയിൽ എന്തെങ്കിലും വന്നാൽ നമ്മൾ യൂട്യൂബ് ഒക്കെ ഓരോന്ന് സെർച്ച് ചെയ്യും അല്ലേ. അപ്പൊ അതുപോലെ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. അപ്പൊ ഏത് ടൈമിലാണ്, എനിക്കിപ്പോ എന്താ വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് ഒരു 5 days ആയിട്ട് ഞാൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആണ് ടോൺസിലൈറ്റിസ്. 5 days ആയില്ലേ? 5 days ആയി. പക്ഷെ പ്രശ്നം പറ്റിയത് എന്താന്ന് വെച്ചാൽ, മുമ്പേ എനിക്ക് ഫീവർ വന്നു, ഒരു 10 days നല്ല പനി ഉണ്ടായിരുന്നു. അത് മാത്രല്ല, ഇവിടെ വിന്റർ ഒക്കെ ആയിരുന്നു അല്ലെ. ഇപ്പൊ ജസ്റ്റ് വെതർ ഇങ്ങനെ മാറി വരുന്നുണ്ട്. ഇന്നൊരു വെയിലൊക്കെ ഉണ്ട് അല്ലേ? നല്ലൊരു വെതർ അല്ലേ? പക്ഷെ പുറത്ത് വെയിലാണ്, അകത്ത് നമുക്ക് ഫാനും കാര്യങ്ങളൊന്നും വേണ്ട, അങ്ങനെയാണ്. അപ്പൊ എന്താ സംഭവിച്ചു വെച്ചാല്, പിന്നെ എപ്പോഴും ഈ തലവേദനയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ ഒരുപാട് സഫർ ചെയ്യും. അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഇന്ന് വരെ ലൈവിലില്ലാത്ത കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഓരോന്ന് വരുമ്പോഴും ഞാനിങ്ങനെ അമ്മേനെ കുറിച്ച് ചോദിക്കും, എന്താ അമ്മ ഇങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ ഉണ്ടാവുമോ, അങ്ങനെ കുറേ പ്രോബ്ലംസ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം എനിക്ക് നല്ലതായിട്ട് കിട്ടി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പനിയൊക്കെ മാറി എല്ലാം കഴിഞ്ഞു, ചെറിയൊരു കഫക്കെട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നേ. അപ്പൊ ഞാൻ ഈ ഇളം ചൂട് വെളിച്ചെണ്ണ എടുത്തിട്ട് നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് ഒരു 2 hours വെച്ച് കുളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വീഡിയോ ഷൂട്ടിങ്ങിലേക്ക് ഇറങ്ങി. ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര പെയിൻ വന്നു. അത് നീരായിരിക്കുന്നു വിചാരിച്ചു. ഫസ്റ്റ് മനസ്സിലായില്ല. പിന്നെ ഒരു കുറച്ച് ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മള് ഷൂട്ടിംഗ് നിർത്തി വെച്ച്. ഫസ്റ്റ് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇവിടെ വേദന വന്നു അല്ലേ, ഇവിടെയൊക്കെ പെയിൻ വന്നു. സംസാരിക്കാൻ പറ്റാണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ടായ ഒരു ദിവസം അല്ലേ? ഞാൻ ഉറങ്ങിയില്ല രാത്രി. എനിക്ക് ഇവിടെ കിടക്കുമ്പോ ഇവിടെ പെയിൻ, തിരിഞ്ഞു കിടന്നാലും ഇവിടുത്തെ ഹെവിനെസ് കാരണം തിരിഞ്ഞു കിടക്കാൻ പറ്റില്ല. അപ്പൊ അന്നൊക്കെ അങ്ങനെ ഉറങ്ങാണ്ട് കഴിച്ചു കൂട്ടി. പിറ്റേ ദിവസം ഈ സംഭവം കൂടി എന്തായി, അന്ന് നമ്മൾ കുറച്ചൊക്കെ ഷൂട്ടിങ് ചെയ്തു അല്ലെ, അത്രയ്ക്ക് അങ്ങോട്ട് ആയില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഈ പെയിൻ, ചെവി വേദനയായി, ഈ സൈഡ് മുഴുവനായി, നെറ്റിയിലേക്ക് എത്തി. അപ്പൊ എന്താന്ന് മനസ്സിലാവില്ലല്ലോ, നീരായിരിക്കുന്നതായാലും നീരിന്റെ എണ്ണയൊക്കെ തേച്ചു. ഈ ടോൺസിലൈറ്റിസ് ഒന്നും എന്റെ മനസ്സിലേ ഇല്ല, കാരണം ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടേ ഇല്ല. ആകെ മരുന്ന് കഴിക്കുന്നത് ഫീവറിന്. ഇപ്പൊ മരുന്നോടെ എന്റെ ലൈഫ്. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ ആന്റിബയോട്ടിക്സ് ആണ്. പക്ഷെ ഇതിലായിപ്പോ ഭയങ്കര സങ്കടമായി പോവാ. നമ്മള് വേറെ മെഡിസിൻസ് ഒന്നും കഴിച്ചിട്ടില്ല. ഞാനല്ല എപ്പോഴും ഇങ്ങനെ വയ്യ അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ. ഹേവ് വന്നു. ബസ്സിൽ കുട്ടികളുണ്ട്. ആ സമയത്ത് കുട്ടികൾ ചോദിച്ചു. അപ്പൊ ഞാൻ ആ കുട്ടികളുടെ പറഞ്ഞു, കിസ്കോ കിസ്കോ नहीं चुप पाऊंगा मैं चॉकलेट नहीं देती. और के ആയിട്ട് ചോക്ലേറ്റ് പേരെന്താ? കുഞ്ഞു കിറ്റ്കാറ്റ് അല്ലേ അത്? സ്കൂൾ കഴിഞ്ഞ് വന്നപ്പോഴത്തുള്ള കംപ്ലൈന്റ് ആണ്. അപ്പൊ കിറ്റ്കാറ്റ് കൊടുക്കും. ആർക്ക്? ഗിരീഷ് ആണ് ഹെവന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അനന്യ ഉണ്ട് അല്ലേ? അനന്യയും ഗിരീഷ് അല്ലേ കുഞ്ഞു? കഴിഞ്ഞോ? ഓക്കെ, വെരി ഗുഡ്. ഇത് വേണോ? അത് കുഴപ്പമില്ല. ഇത് വേണോ? ചോക്ലേറ്റ് ആര് തന്നു? പിന്നെ എങ്ങനെ? അല്ല ചോക്ലേറ്റ് ഇല്ല, ഡാർക്ക് ഫാന്റസി ഇവിടെ ഇല്ലേ, അപ്പൊ അതിനാണ് കുഞ്ഞ് വെയിറ്റ് ചെയ്യുന്നത് അല്ലേ? ഹേവ് കൂട്ടാ ചോക്ലേറ്റ് വേണ്ട. ഇന്ന് ഒരെണ്ണം കഴിച്ചില്ലേ? ഒന്നും കഴിച്ചില്ല. ഹേവിലൊരു കോട്ടയൊക്കെ ഉണ്ട് ചോക്ലേറ്റിന്. ഹേത്ത എങ്ങനെയാ? കൊറേ കോട്ടയുണ്ട്. കുഞ്ഞിന്റെ കോട്ട എങ്ങനെയാ? ഒരു ദിവസം ഒരു ഡാർക്ക് ഫാന്റസി മീൻസ് ഫുൾ അല്ല, ചെറിയ ഒറ്റ അല്ലേ, ഒരു ബിസ്ക്കറ്റ്. ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ എന്താ പറഞ്ഞ വെച്ചാല്, ഇങ്ങനെ നീരാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ, ഞാൻ കുറെ സെൽഫ് മെഡിക്കേഷൻ ഒന്നുമില്ല, കുറെ സ്റ്റീം ചെയ്തു. അപ്പൊ ഓരോ ദിവസം ചെയ്യുമ്പോഴും പെയിൻ കൂടി വരാണ്, ഒരു ഇച്ചിരി പോലും കുറയുന്നില്ല. അപ്പൊ ജസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചപ്പോ അവര് പറഞ്ഞു, ഇപ്പൊ പനിയൊക്കെ അല്ലേ, എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഇന്ന് കൂടി നോക്കാം, അതേപോലെ നെബുലൈസേഷൻ ഒക്കെ ചെയ്തിട്ട് വാ എന്നിട്ട് കാണിച്ചാൽ മതി. അന്ന് ഭയങ്കരമായിട്ട് കൂടി. നെക്സ്റ്റ് ഡേ അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ പറഞ്ഞ ടോൺസിലൈറ്റിസ് ആണ്, നല്ല ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് അല്ലേ.
സ്പ്രെഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഭയങ്കര പെയിൻ ആട്ടോ അത്. അതുകൊണ്ട് ഒരുപാട് മെഡിസിനും കാര്യങ്ങളൊക്കെ ആയി. ഞാൻ പറഞ്ഞെന്താ വെച്ചാല് പ്രത്യേകിച്ച് ഈ പ്രഗ്നൻസി ടൈമിൽ ഇതൊന്നുമില്ല, നമ്മൾ മറ്റുള്ളവരെ പോലെ അല്ല തോന്നുന്നു, പെട്ടെന്ന് നമ്മൾ ഓരോ കാര്യങ്ങളും എഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും വന്നാല് ആദ്യം നമ്മൾ വിചാരിക്കില്ല കുഴപ്പമില്ല ഇത് മാറിക്കോളും, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് അപ്പൊ തന്നെ നമ്മൾ കൺസൾട്ട് ചെയ്യാം. നമ്മൾ ഏത് ഡോക്ടറാണ് കൺസൾട്ട് ചെയ്യണം? ആ ഗൈനക്കിന്. ഈ സംസാരിക്കുമ്പോഴൊക്കെ ഇവിടുന്ന് ഇങ്ങനെ വേദനയുണ്ട്. പക്ഷെ അന്നത്തെ പെയിനിൽ ഒരുപാട് റിലാക്സ്ഡ് ആയില്ല. സെക്കൻഡ് ഡേ തന്നെ ഇത് കഴിക്കുന്നതുകൊണ്ട് മെഡിസിൻ കഴിച്ചപ്പോ എനിക്ക് മെഡിസിൻ എടുത്തതിന്റെ സെക്കൻഡ് ഡേ തന്നെ നല്ല റിലാക്സ്ഡ് ആയില്ലേ? മെഡിസിൻ എടുത്ത് അപ്പൊ തന്നെ കുറച്ച് മൈൽഡ് ആയി പെയിനൊക്കെ. അപ്പൊ അതാണ് മെയിൻ വീഡിയോ ചെയ്തത്. അപ്പൊ ഇത് എന്താ സംഭവം എനിക്ക് ഒരു പിടുത്തില്ല, ഇതൊന്നും വരാത്തോണ്ട്. നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത് അല്ലേ? എനിക്ക് സത്യം ഫസ്റ്റ് ടൈമാണ് എന്റെ ലൈഫിൽ ഇങ്ങനെ ടോൺസിലേറ്റ്. അത് നമ്മള് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവമായിരുന്നു. മാക്സിമം ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ. പൊതുവെ വെതർ കാരണം ഒരുപാട് വരൂ സാധാരണ. അങ്ങനെയല്ല ഞാൻ വിചാരിക്കുന്നത്. ഇതിന് ബിഗിനിങ്ങില് ഫസ്റ്റ് ഹേവുന്റെ ടൈമിലൊക്കെ ഡൽഹിയിലൊക്കെ തിക്ക് ഫോഗ് ഒക്കെ ആയിരുന്നു. രാവിലെ 7:30 നമ്മൾ പോവും വർക്ക് ചെയ്യാൻ, സ്കൂളിലേക്ക് പോകും. എന്നിട്ട് അപ്പൊ പോകുമ്പോ നടക്കുമ്പോ എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ തന്നെ കാണില്ല, പുറത്ത് അപ്പുറത്ത് നടക്കുന്ന ആൾക്കാരെ കാണില്ല. അത്രയും ഫോഗിന്റെ ഇടയിൽ കൂടെ പോവാ. എന്നിട്ട് എനിക്ക് ഫീവറോ ഹെഡ് ഏക്കോ ഒന്നും വന്നിട്ടില്ല അല്ലെ ആ ടൈമില്? ഒരു കംപ്ലൈന്റ് ഇല്ലായിരുന്നു. ഇല്ല, എനിക്ക് ഫീവർ ഇല്ല, ഹെഡ് ഏക്ക് ഇല്ല. ആകെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ മസിൽ ക്രാമ്പ് ഉണ്ടായിരുന്നു. മസിൽ ക്രാമ്പ് ഞാൻ നടന്ന് പിന്നെ കുറെ നേരം നിന്ന് പഠിപ്പിക്കുകയൊക്കെ വേണ്ടേ, 6-7 മണിക്ക് 2 hours ഒക്കെ പിള്ളേരെ നിന്ന് പഠിപ്പിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്. ഇപ്പോഴാണെങ്കിൽ ഇപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം എല്ലാത്തിനും എനിക്കിങ്ങനെ ഹെയർ ഒന്ന് മസാജ് ചെയ്യണമെങ്കിൽ എനിക്ക് ഇതിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യണം. കാരണം അത്രയ്ക്കുള്ള അതിനകത്ത് ചെയ്യുള്ളൂ, ഇതിനാണ് ഇങ്ങനെ മസാജ് ചെയ്തത്. അപ്പൊ നമുക്ക് സങ്കടാവൂലേ? അത് കുഴപ്പമില്ല, നമുക്ക് ഒരു ഫസ്റ്റ് 3 months ഉണ്ടായിരുന്നു കണ്ണിലേക്ക് വേദന, എനിക്ക് ഈ ഐ നല്ല വേദന, പിന്നെ ഏറ്റവും സഹിക്കാൻ പറ്റാത്ത ചെവി വേദന, പിന്നെ ഇവിടെ, പിന്നെ എന്നെ വേദന പോയി എനിക്ക് തലയിലെത്തി. അത് ഈ സൈഡ് മാത്രം. അപ്പോഴാണ് എനിക്ക് പേടിയായി. ഞാൻ വെച്ചത് വേറെ എന്തെങ്കിലും അസുഖമൊക്കെ ആയിരിക്കും അങ്ങനെ വിചാരിച്ചു. അപ്പൊ ഇതാണ് സംഭവം. മെഡിസിൻ കഴിക്കുമ്പോൾ മൈൽഡ് ആവണേ ഉള്ളൂ, പക്ഷെ പെയിൻ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ നമ്മള് മൊത്തത്തിൽ വീക്ക് ആക്കുന്നുണ്ട് ഒന്നുകൂടി. പറയാം, ഹെവുന് ഇപ്പൊ ഭയങ്കര താല്പര്യം ഉണ്ടല്ലേ വ്ളോഗൊക്കെ ചെയ്യാൻ. അപ്പൊ ഞാൻ പറഞ്ഞെന്താണെന്നറിയോ, ഇൻ കേസ് നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ എന്നല്ല, നമ്മൾ ഒരിക്കലും ഫസ്റ്റ് എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല, എങ്ങനെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ വേറൊരാൾക്ക് പ്രോബ്ലം ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമില്ല അതുകൊണ്ട് വേറെ ആൾക്കും പ്രോബ്ലം ഇല്ല, അങ്ങനെ വിചാരിക്കരുത്. ഇറ്റ്സ് അവർ ബോഡി. നമ്മള് തന്നെ രണ്ടാമത്തെ പ്രസവമാകുമ്പോഴത്തേക്ക് നമ്മുടെ ലൈഫിൽ മൊത്തം ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. ചിലർക്ക് പ്രോബ്ലംസ് ഉണ്ടാകില്ല. അപ്പൊ പിന്നെ എന്താ വെച്ചാല് വേറൊരാള് എനിക്കില്ലാന്ന് പറഞ്ഞിട്ട് വേറൊരാൾക്ക് ഉണ്ടാകില്ല, അങ്ങനെ ജഡ്ജ് ചെയ്യരുത്. ദ ഫസ്റ്റ് തിങ്. അപ്പോ ഓരോരുത്തർക്കും അവരുടേതായ പ്രോബ്ലംസും കാര്യങ്ങളും ഉണ്ടാവും. അത് ആ സീരിയസ്നെസ്സിൽ തന്നെ എടുക്കുക. എന്നിട്ട് ഡോക്ടറെ കാണിക്കുക. നന്നായിട്ട് നമ്മുടെ ഹെൽത്ത് നന്നായിട്ട് നോക്കി മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെ ഇഞ്ചക്ഷൻ ഇട്ടു അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ്. എന്നാലും ഞാൻ കുറച്ച് വിഷമിക്കുന്നുണ്ട് ഗൈസ്. എന്തിനാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരുമ്പോ എനിക്ക് ഭയങ്കര സങ്കടത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളും സത്യം പറഞ്ഞ ഞാനൊന്ന് കരഞ്ഞ. എന്താണെന്നറിയാം, ഇതിനു വേണ്ടൊക്കെ ഉറങ്ങുക. ഞാൻ 5 മണിക്ക് എഴുന്നേറ്റ് രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല. പിന്നെ വന്ന് ഞാനിങ്ങനെ ക്രൈയിങ് ആയിരുന്നു. ബിക്കോസ് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. രാവിലെ ആണെങ്കിൽ കണ്ണടഞ്ഞും പോകുന്നു, പക്ഷെ കിടക്കാൻ പറ്റില്ലല്ലോ. ഈ സാധനം വേദനിച്ചിട്ട് ഇങ്ങനെയും കിടക്കാൻ പറ്റില്ല, അങ്ങനെയും കിടക്കാൻ പറ്റില്ല. ഹെൽപ്ലെസ് ആയിട്ട് ഫീൽ ചെയ്തു നല്ല പോലെ. ആൻഡ് അങ്ങനെയൊക്കെ. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി അങ്ങനെ സെൽഫ് മെഡിക്കേഷൻ ഒന്നും നടക്കൂല. നമ്മൾ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യരുത്. മറ്റുള്ളവരുടെ ആൾക്കാരുടെ ഉപദേശം എടുക്കുന്നതിന് പകരം ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് എന്താ നോക്കുക, അത് മാറ്റിയെടുക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ വീഡിയോയിലൂടെ ഇന്ന് പറയാൻ വിചാരിച്ച കാര്യം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആൻഡ് ബെറ്റർ ഹെൽത്ത്. അതൊക്കെ നമ്മൾ ചെയ്യും. ഹേവുന്റെ സ്വന്തമാക്കി. അതെ. അപ്പൊ ഇതാണ്. അപ്പൊ എല്ലാവർക്കും ഗുഡ് ഡേ. ബൈ. വേറെ വീഡിയോയിൽ കാണാം. ശരി.